കോഴിക്കോട് പാലാഴിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണു. ഇതര സംസ്ഥാന തൊഴിലാളി കുടുങ്ങിക്കിടക്കുകയാണ്. രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇത് എപ്പോഴാണ് ഈ സംഭവം? എത്ര തൊഴിലാളികളാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്? അറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്പോട്ടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വലിയൊരു പൂഴി നമുക്ക് കാണാം. ഒരു പൂഴിമലയാണ്. അതിനോട് സമീപം ചേർന്നാണ് ഒരു ഫ്ലാറ്റ് നിർമ്മാണമാണ്. അതിൻ്റെ പൈലിംഗ് അടക്കമുള്ള നിർമ്മാണ ജോലികളെല്ലാം പൂർത്തീകരിച്ച് തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. 3 തൊഴിലാളികളാണ് ഇവിടെ ജോലിക്കുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾ ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസുമൊക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ ഒരു മഴ, ആ മഴയിൽ ഒരുപക്ഷെ ഈ വെള്ളമൊക്കെ ശക്തമായ രീതിയിൽ നിന്ന് അത് അങ്ങനെ ഈ പൂഴി വലിയ തോതിൽ ഇടിഞ്ഞു വീണതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കിവിടുത്തെ നാട്ടുകാരോടും മറ്റുമൊക്കെ ചോദിക്കാം. ചേട്ടൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? എൻ്റെ വീടാണ്, തൊട്ടപ്പുറമുള്ള വീടാണ് എൻ്റെ വീടാണ്. എന്തായിരുന്നു സംഭവം? ഇത് സംഭവം 2 ദിവസം മുന്നേ നമ്മൾ വാൺ ചെയ്താണ്. 2 ദിവസം മുന്നേ ഇവിടെ ഇടിഞ്ഞാണ്. ഇവിടെ ഇടിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞാണ്. അപ്പോൾ അവർ വന്നിട്ട് അവിടുത്തെ ഒരാളെ സ്ഥലമാണിത്, കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി വന്നതാണ്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ 6 മാസം മുന്നേ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്താൽ. കാരണം ഈ ഒരു മണ്ണ് പറഞ്ഞാൽ ആ ഹൈറ്റിലുള്ളായിരുന്നു. അത്രയും ഹൈറ്റിൽ നിന്ന് താത്തിയത്, ഇതിലും താത്തിയിട്ട് പിന്നെ അവർ ഫയൽ ചെയ്ത് പൊന്തിച്ചാണ് ഈ ലെവലിൽ. അന്നേ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്ത, റെസിഡൻസിന് കംപ്ലൈൻറ്റ് കൊടുത്താണ് പോലീസ് സ്റ്റേഷനിൽ. എന്ത് നിർമ്മാണമാണ് ഇത്? എന്തോ ഒരു ബിൽഡിങ്ങിന് നിർമ്മാണമാണ്. ഞങ്ങൾ അന്നേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് അതിന് മുകളിൽ കയറുക, അത്രേ ഉള്ളൂ. ഇതിന് അനുമതിയൊക്കെ ഉണ്ടെന്ന്? അനുമതി ഉണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ സ്റ്റേ നിർത്തി വെക്കാനൊക്കെ ഓർഡർ ചെയ്തത്. എന്നിട്ടും പണി നടന്നതാണ്. കാരണം ഈ വീടിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ്. ഇതൊരു ഇടവഴിയായിരുന്നു. ഇതിപ്പം ഇടിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കൂടെ ആളുകൾ പോകുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ആളുകളുണ്ടോ എന്താ ഒന്നും അറിയില്ല. കാരണം പോകുന്ന വഴിയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ. ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ഒന്നും അറിയില്ല. മുൻപ് എത്ര ദിവസം മുമ്പ് ഇടിഞ്ഞത്? ഇപ്പൊ 2 ദിവസം മുന്നേ ഈ സൈഡ് ഇടിഞ്ഞാണ്. അതിന് ശേഷം അവർ കെട്ടിയാണിത്. ഇവിടെ ഒരു മതിലുണ്ട് ഇനി, അത് ആ തൊടീനെ മതിലേനി. ഇപ്പൊ 2 ദിവസം മുന്നേ ഇടിഞ്ഞപ്പോൾ അവർ കെട്ടിയതാണ് ഇത്. കെട്ടി അടച്ചതാണ്? അടച്ചാഞ്ഞാ, കാണാണ്ടാക്കാൻ വേണ്ടിയിട്ട് അടച്ചാഞ്ഞാ. വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അടയ്ക്കുന്നതാണ്. വെള്ളം വീഴാതിരിക്കാൻ വീണ്ടും ഇടിയും. വീടിടിയും. അല്ല, അതെ എനിക്കറിയാം. കാരണം ഞാനൊരു കോൺട്രാക്ടറാണ്. അല്ല, ഞാൻ പറയട്ടെ ചേട്ടാ, 2 ദിവസം മുന്നേ ഇവിടെ ഇടിഞ്ഞപ്പം പ്രശ്നമാക്കും. നാട്ടുകാർ പണ്ടേ പ്രശ്നമാക്കുന്നതിന് ഇവർ ഈ ഷീറ്റ് കണ്ടില്ലേ, ഇതേ മഴ കംപ്ലീറ്റ്ലി ചുറ്റി കെട്ടിക്കാഞ്ഞാ. ഞങ്ങൾ അന്ന് റെസിഡൻസിന്റെ പേരിലൊക്കെ കംപ്ലൈന്റ് കൊടുത്ത് പ്രശ്നമാക്കിയ. എന്നാൽ ഇവിടെ നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ഇവർ പിന്നെയും പണി നടക്കുകയാണ്. എത്ര തൊഴിലാളികളുണ്ടായിരുന്നു? ഇന്ന് 3 തൊഴിലാളികൾ ഇവർ പറയുന്നത്. 2 ആളെ കഴിച്ചിലാക്കി, ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 2 പേരുടെ അവസ്ഥ എങ്ങനെ? 2 പേര് കുഴപ്പമില്ല, സാരമായ പരിക്കുകളാണ്, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരാളത് എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഈ റോഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വഴിയാണ്. റെസിഡൻസിന്റെ ഏരിയ ആണ്. രാവിലെ ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാവരും യാത്ര ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. അതിന്റെ ബാക്കിലൊക്കെ വീടുണ്ട്. നിലവിൽ ഒരാളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ പ്രദേശവാസികൾ ആരും ഉണ്ടോ എന്നൊന്നും അറിയില്ല. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. സമയത്ത് സംഭവം 1 മണിക്കൂർ മുമ്പ് ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്പോട്ടിൽ ഞങ്ങൾ നിന്ന ടൈമിന് തന്നെ 2 ഭാഗവും ഇടിഞ്ഞു വീണിട്ട്. ഞങ്ങൾ എത്തിയപ്പോൾ സമയത്താണ് തൊഴിലാളികൾ ഫസ്റ്റ് ഇടിഞ്ഞ ഭാഗത്താണ് തൊഴിലാളികൾ ഉൾപ്പെട്ടത്. മറ്റു 2 പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലാണ്ട് രക്ഷപ്പെടുത്തിയല്ല. ആളവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ മുമ്പുമൊക്കെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം അവിടെ ഒരു വീട്, അങ്ങോട്ട് കാണിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു വീടിരിക്കുന്നത് കാണാം. ആ വീടിന് തൊട്ട് മുമ്പ് വരെ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഒരു കൂന പോലെ മലയിടിഞ്ഞ് വീണിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കെട്ടിടം നിർമ്മിക്കാനൊക്കെ അനുമതി കൊടുത്തു എന്നതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ളൊരു ചോദ്യം. ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് ഫ്ലാറ്റ് നിർമ്മാണമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പൈലിംഗ് ഘട്ടത്തിൽ തന്നെ, അതായത് ഈ പൈലിംഗ് നടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ കമ്പികൾ കാണാം. ആ കമ്പിക്ക് താഴെ ഒരുപക്ഷെ വലിയ തോതിൽ കുഴിച്ചാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. അതിനിടയിലാണ് ഈ മഴയും മറ്റും ആ കാലാവസ്ഥക്കിടയിൽ ഒരുപക്ഷെ ഇത് താങ്ങാൻ പറ്റാവുന്നതിലധികം ഒരു വെയിറ്റ് ആ ഭാഗം താങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിലേക്കൊക്കെ വരാം.